ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇതിലും നിഗമനത്തിലെത്താൻ പറ്റില്ല. ആ ത്രിതല അന്വേഷണമുണ്ട്. അത് രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടുണ്ടോ, ഉദ്യോഗസ്ഥ തലയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, മറ്റത് അങ്ങനെ 3 തട്ടിലുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചു തന്നെ കാര്യങ്ങളെല്ലാം പുറത്തു വരാനാണ്. അന്ന് വ്യാജമായി പ്രചരണം നടത്തിയത് എന്തായിരുന്നു? വ്യാപകമായി നടത്തിയ പ്രചരണം പൂരത്തിനകത്ത് ലാത്തിചാർജ് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ആ വിഷ്വൽ കണ്ടപ്പോൾ ലാത്തിചാർജ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വിഷ്വൽ ഞാൻ അന്ന് അതിന് വിഷ്വൽ പൂർണ്ണമായിട്ട് കണ്ടതാണ്. ലാത്തിചാർജ് ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. RSS നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രകടനം, അതിൻ്റെ വിഷ്വൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, അതിനുശേഷം എല്ലാ മീഡിയകളിലൂടെയും അവിടെ ഒരു നെറേറ്റീവ് കൊണ്ടുവന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് പൂരം അലങ്കോലപ്പെടുത്തി എന്ന നിലയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പൂരം അലങ്കോലപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളിലൂടെ അലങ്കോലപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു നാടകീയമായിരുന്ന ഒരു നാടകമായിരുന്നു അത്. അന്വേഷണം പൂർണ്ണമാകണമെങ്കിൽ അന്വേഷണം പൂർണ്ണമായി ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുത്ത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോഴും ഈ ത്രിതല അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ വിജിലൻസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മളാരും കണ്ടിട്ടില്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള നിലപാട് ഞാൻ പറയുകയാണ്. ഞാൻ എന്നോട് നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ്. അന്നും ഇന്നും എനിക്കൊരു നിലപാടാണ്. അതിൽ എനിക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാനുള്ളത് ജില്ലാ കളക്ടറുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. അത് ഞാൻ കുറച്ച് കാലമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ജില്ലാ കളക്ടറുടെ ഇടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ല, അജിത് കുമാറിൻ്റെ പങ്കുണ്ടോ പോലീസ് ഗവൺമെൻറ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് ADG അജിത് കുമാറിന് പങ്കുണ്ടോ പങ്കില്ലേ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അയാളാണല്ലോ പൂരം നടത്തേണ്ട ആളെ റോളെന്താ? ആൾ അന്വേഷിക്കാത്തത് എന്താ? അല്ല, പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ, കമ്മീഷണർ മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്, കമ്മീഷണർ ജില്ലാ കളക്ടറാണ് തൃശ്ശൂർ പൂരത്തിന്. നിങ്ങൾക്കറിയാം, മീഡിയകൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്ന അതിനൊരു പ്രധാന നടത്തിപ്പുകാരൻ ആരാണ്? അത് ജില്ലാ കളക്ടറാണ്. അത് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇതര കാര്യങ്ങളിലാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും ഒക്കെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ പൂരം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മന്ത്രി എന്നവൽ ചുമതലയുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് കലക്ടറെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അപ്പോൾ ആ ജില്ലാ കളക്ടർ എന്ന നിലപാട് സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സാർ, അല്ല, കമ്മീഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അന്ന് കമ്മീഷണറുടെ നിലപാടിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കമ്മീഷൻ എടുക്കുന്ന ധിക്കാരപരമായ നിലപാടുകളും പലപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങളെ വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യുന്നതിന് പകരം അത് ചെയ്യാതിരിക്കുന്നതൊക്കെ തന്നെ ഞങ്ങൾ എത്ര തവണ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. റിപ്പോർട്ടിലേക്ക് പൂരം കലക്കി എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ. അത് കലക്കിയെന്ന് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും ഗവൺമെൻറ്റിനകത്തില്ല. ഗവൺമെൻറ്റിനകത്ത് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പൂരം കലക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതിന് പൊളിറ്റിക്കൽ ബെനിഫിഷ്യറീസ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ BJP-കാരുണ്ട്, RS-കാരുണ്ട്, അവരനുകൂലിക്കുന്ന ചില ദേവസ്വത്തിലെ ആളുകളുണ്ടാവും, അവരനുകൂലിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സംഗതി ഭംഗിയായിട്ട് പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ അതിനെപ്പറ്റി ഇനിയിപ്പോൾ നമ്മളിനി ചത്ത കുട്ടിയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഇനി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ. ഞാനതിൻ്റെ പിന്നാലെ ഇനി അധികം നേരം നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അന്വേഷിക്കുക, റിപ്പോർട്ട് കൊടുക്കുക, ശിക്ഷിക്കുക, എന്തൊക്കെ വേണം ചെയ്യട്ടെ. പക്ഷെ മനസാക്ഷി വെച്ചുകൊണ്ട് ഈ പൂരത്തെ സ്നേഹിക്കുന്ന തൃശ്ശൂർക്കാരനായിട്ടൊരാളെന്ന നിലയിൽ അന്ന് പൂരം കലക്കിയതിനോടുള്ള വിയോജിപ്പ് അത് രാഷ്ട്രീയമായി അതിൻ്റെ ഒരു ഇരയാക്കപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായി തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വളരെ നമ്മളെല്ലാവരും ആത്മാവിൽ സൂക്ഷിക്കുന്ന ഒരു പരിപാടി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അലങ്കോലപ്പെടുത്തി എന്ന് പറയുന്ന അക്ഷന്തവ്യമായ തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവർ വെള്ളം കുടിക്കും, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. അതിനിപ്പോൾ ഏത് റിപ്പോർട്ട് വന്നാലും വന്നില്ലെങ്കിലും ഈ സത്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, തൃശ്ശൂരിലെ ജനങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുത്തി ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചല്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കുറേ ആയിട്ട് മനസ്സിലാക്കിക്കോളും ആൾക്കാർ.